ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് മുട്ട ആവശ്യമുണ്ട്. ഞാനിവിടെ 2 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വീഴ്ത്താം കേട്ടോ. ഇനി ആവശ്യമുള്ളത് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഞാൻ പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അത് ഏകദേശം ഒരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയും കൂട്ട് നല്ലോണം ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് റവയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടിയാവുന്നത് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മുട്ടയിലേക്ക് 1 കപ്പ് റവയാണ് ആവശ്യം വന്നിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയാൽ മതിയാവും. പിന്നെ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നെയ്യിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്താലും മതി. നെയ്യിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ നുള്ളിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. പുറം ഭാഗമാണെങ്കിൽ വേഗം ക്രിസ്പി ആവുകയും ചെയ്യും. റവ ആയതുകൊണ്ട് തന്നെ ബ്രൗൺ കളറായി വന്നപ്പോൾ ഇത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടത് ഞാനിത് കോരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയിലേക്ക് ആവി വരുന്നതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റി ഇത്തിരി കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടി മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും കൂട്ട് മറക്കരുത് കേട്ടോ. നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.